എല്ലാവർക്കും നല്ല നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന ആ സുന്ദരമായിട്ടുള്ള ദിനം വന്നെത്തി. സർവീസ് റോഡിന്റെ ടാറിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ 11 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. പക്ഷെ 11 മണിയോടുകൂടി ആരംഭിച്ചെങ്കിലും അത് കുറച്ച് ഡിലേ വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാറിംഗ് മിശ്രിതം കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരണം. 2 ലോഡ് വന്നതിന് ശേഷം പിന്നെ വരാനായിട്ട് 2-2.5 മണിക്കൂർ എടുത്തു. അതിനുശേഷം ഒത്തിരി സ്ലോവിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. എന്തായിരുന്നാലും എറണാകുളത്തേക്കുള്ള സൈഡിലുള്ള സർവീസ് റോഡിന്റെ ആ ദിശയിലേക്കുള്ള തെക്കോട്ടുള്ള ദിശയിലുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞു. ഇതിൽ വാഹന ഗതാഗതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റോക്കി ടയേഴ്സിന്റെ ഭാഗത്താണ്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള ഈ വാഹനങ്ങൾ ഒരു 15 മിനിറ്റ് ഇടവിട്ട് നമ്മുടെ തൃശ്ശൂർക്കുള്ള സർവീസ് റോഡ് ഉണ്ട്, അതിൽ കൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെ കടത്തി വിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി കോട്ടമുറി ചെന്ന് ദേശീയ ഹൈവേയിലേക്ക് കയറുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം അവിടുത്തെ വാഹനം കടത്തി വരുമ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർ പെട്ടെന്നുള്ള സമയത്തിന് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ കഴിവതും മറ്റ് റോഡുകൾ എറണാകുളത്തേക്ക് അങ്കമാലിക്കൊക്കെ പോകാനുള്ള മറ്റ് റോഡുകൾ, വെട്ടടവ് പാലം വഴി റോഡുകളും അതുപോലെ തന്നെ കൊടകര വഴിയുള്ള റോഡുകളും തിരഞ്ഞെടുക്കുക. എന്തായിരുന്നാലും ഈ ടാറിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നതോടുകൂടി ഇവിടുത്തെ ഈ ബ്ലോക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിന് ആദ്യമായിട്ട് തന്നെ ഒരു അഭിനന്ദനം കൊടുക്കുന്നത് ഇവിടുത്തെ ഈ കാടുകുറ്റി, കൊരട്ടി, മേലൂർ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ്. ഒപ്പം ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധിയായിട്ടുള്ള PJ ജോജിയും ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ഇത്രയും കത്തി നിൽക്കുന്ന സമയത്ത് ഈ ബ്ലോക്കും ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സർവീസ് റോഡ് നിർമ്മാണം ഇപ്പോൾ നടത്തുന്ന പോലെ കഴിഞ്ഞതിന് ശേഷം ഇത് പൊളിച്ചിരുന്നെങ്കിൽ ഇത്രയും ബ്ലോക്കൊന്നും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല, ആളുകൾ കഷ്ടപ്പാടുണ്ടാവുമായിരുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അത് പൊളിക്കാൻ വരുന്ന സമയത്താണ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത JCBയുടെ മുന്നിലിരുന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്യാത്ത അത്തരത്തിലുള്ള ഒരു സമരമാണ് അന്ന് MS സുനിത നടത്തിയത്. അതിനുശേഷം വീണ്ടും ഈ ബ്ലോക്കും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ പാലക്കാട് പോയി പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. അവർ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ചാലക്കുടിയിൽ യോഗം വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൊജക്ട് ഡയറക്ടർ വന്നില്ല. അതൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. പ്രൊജക്ട് ഡയറക്ടർ അല്ലാതെ വന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു. വലിയ പ്രശ്നങ്ങൾ, വലിയ പോരാട്ടങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ചിരിക്കാതെ, അതായത് ഈ ഉദ്ഘാടനത്തിന്റെ സമയത്ത് വന്നിട്ട് നാട മുറിക്കണ പരിപാടിയല്ല. യഥാർത്ഥത്തിൽ ഈ സർവീസ് റോഡിന്റെ പ്രശ്നം തുടങ്ങിയ അന്ന് മുതൽ ഈ പ്രത്യേകിച്ച് മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധികൃതർ, മേലൂർ പഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ മേലൂർ പഞ്ചായത്തിലെ LDFന്റെ ജനപ്രതിനിധികൾ, MS സുനിത അടക്കമുള്ളവർ, PP ബാബു അടക്കമുള്ള LDFന്റെ ഇവിടുത്തെ നേതൃത്വം ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. അതിനോടൊപ്പം തന്നെ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള KR സുമേഷ് അടക്കം അവിടുത്തെ LDFന്റെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, കാടുകുറ്റിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അടക്കമുള്ള അവിടുത്തെ ജനപ്രതിനിധികൾ, ഇവരെല്ലാം ചേർന്ന് ജനങ്ങളുടെ ഈ ദുഷ്കരമായിട്ടുള്ള ഈ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഈ ബ്ലോക്ക് യാത്രയ്ക്ക് അറുതി വരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർവീസ് റോഡിന്റെ നിർമ്മാണം ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടി 11 മണിയോടുകൂടി ഇവിടെ ആരംഭിച്ചത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവരും എറണാകുളം ഭാഗത്ത് തൃശ്ശൂരിലേക്ക് പോകുന്ന ആളുകളും മറ്റ് സർവീസ് റോഡുകൾ പിടിക്കുക. നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്താനായിട്ട് അങ്ങനെ സാധിക്കില്ല. കുറച്ച് ബ്ലോക്ക് ഒന്ന് അനുഭവിക്കേണ്ടി വരും. ടാറിംഗ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ വാഹനങ്ങൾ കടത്തിവിടാനായിട്ട് സൗകര്യം ഉണ്ടാവുമെന്നാണ് ഞാനിവിടെ അറിയാൻ സാധിച്ചത്. ഇതാണ് ഞാനിപ്പോൾ ഈ റോക്കി ടയേഴ്സിന്റെ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.